മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോവുകയാണ്. വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ചരിത്ര വിചാരമാണ് എൻ്റെ പാഠവും പൊരുളുമാണ് ഈ നാളുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വളരെ ശ്രദ്ധേയമായ സഭയുടെ സ്വഭാവത്തെക്കുറിച്ചും നമ്മുടെ വ്യക്തിസഭയെ കൂടുതൽ തീക്ഷ്ണതയോടെ അവരുടെ പൂർവിക പാരമ്പര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുമുള്ള അതീവ തീക്ഷ്ണതയോടുള്ള പഠന പരമ്പരയിലാണ് നമ്മളായിരിക്കുക. ഏവരും മുൻ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് കേട്ടെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ തുടർ ക്ലാസ്സുകളായി പോകുന്നതിനാൽ എല്ലാ ക്ലാസ്സിലും നമുക്കതിൻ്റെ മുൻ ചരിത്രങ്ങൾ ആവർത്തിക്കുക എളുപ്പമല്ലാത്തതിനാൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മുൻ ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് വേണം നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഇന്ന് നമ്മുടെ ക്ലാസ് 11ാമത്തെ ക്ലാസ്സാണ്. 10ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുക. പേജ് നമ്പർ 95ഉം 96ഉമായിട്ടാണ് ഈ ക്ലാസ് കടക്കുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. തലവനായ ഈശോയെ, ഞങ്ങളുടെ വ്യക്തിസഭയെ തിരിച്ചറിയുവാനും സഭയുടെ പാരമ്പര്യങ്ങളും സഭയ്ക്ക് വേണ്ടി നിലകൊണ്ട ഓരോ വ്യക്തികളെയും തിരിച്ചറിയുവാനും യഥാർത്ഥ സഭാ പാരമ്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ സഭയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി ജീവിക്കുവാനുമായിട്ടുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാക്കളെ ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സഭയെ ധീരമായി സ്നേഹിക്കുന്ന, സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ധീര പ്രേക്ഷിതരായി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിനെ പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ക്ലാസ് കൂടുന്നവരെയും ഈ ക്ലാസ്സിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈശോയെ നിൻ്റെ സ്നേഹത്താൽ കാരുണ്യത്താൽ അനുഗ്രഹിക്കണമേ. നിൻ്റെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ നിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. മുൻ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ വർത്തമാന പുസ്തകവും ഇതിനോടൊപ്പം വായിക്കണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നസ്രാണി അവകാശ പോരാട്ടത്തിൻ്റെ ചരിത്രം. ഈ പാദത്തിൽ മെത്രാനെ വരാപ്പുഴയിൽ നിന്നും ആഘോഷപൂർവ്വം ആലങ്ങോട്ടേക്ക് കൊണ്ടുപോയ വിവരം സർവാധികാരിക്കാർ അറിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ കാണുക. 18ാം നൂറ്റാണ്ടിലെ കേരളീയ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അക്കാലത്ത് ആഘോഷങ്ങൾക്കും ആഡംബരങ്ങൾക്കും രാജാവിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വർത്തമാന പുസ്തകത്തിലെ ഈ സംഭവം നടക്കുന്നത്. ഇത് കേവലം ഒരു യാത്രയുടെ വിവരണമല്ല, മറിച്ച് ഒരു സമുദായം തങ്ങളുടെ പാരമ്പര്യ അവകാശങ്ങൾക്കായി നടത്തിയ നിയമ പോരാട്ടമാണ്. ഇതിൽ 5 പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുക. 1. അനധികൃതമെന്ന് ആരോപിക്കപ്പെട്ട സ്വീകരണം. വരാപ്പുഴയിൽ നിന്നും ആലങ്ങോട്ടേക്ക് മെത്രാനെ അതീവ പ്രൗഢിയോടെയും ആഘോഷപൂർവവും പള്ളിക്കാർ ആനയിച്ചു. രാജാവിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ ഇത്തരം വലിയ ആഡംബരങ്ങൾ കാട്ടിയത് നിയമവിരുദ്ധമാണ് എന്ന് ആലങ്ങാട്ടെ സർവാധികാരിക്കാർ നിലപാടെടുത്തു. 2ാമത്തെ കാര്യം, മാത്തു തരകൻ്റെ പ്രഥമ ഇടപെടൽ. സർവാധികാരിക്കാരുടെ ചോദ്യം ചെയ്യലിനെതിരെ മാത്യു തരകനും മറ്റു സമുദായ നേതാക്കളും ഉടനടി പ്രതികരിച്ചു. ഇത് നസ്രാണികളുടെ പണ്ട് മുതലുള്ള ആചാരമാണ് എന്നും പരമ്പരാഗതമായ അവകാശമാണെന്നും അവർ വ്യക്തമാക്കി. തിരുവനന്തപുരത്തുള്ള ദളവയുടെ ചോദ്യം, അതാണ് 3ാമത്തെ കാര്യം. വിഷയം അവിടെ തീർന്നില്ല. മാത്തു തരകൻ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ദളവ ഈ പ്രശ്നം വീണ്ടും ഉന്നയിച്ചു. രാജസമ്മതമില്ലാതെ ഇത്രയും വലിയ ആഘോഷം നടത്തിയതിന് നിയമപരമായ പ്രായശ്ചിത്തം, പിഴ വേണമെന്നായിരുന്നു ദളവയുടെ നിലപാട്. 4ാമത്തെ കാര്യം, ചരിത്രപരമായ തെളിവ് ശേഖരണമാണ്. തങ്ങളുടെ അവകാശങ്ങൾ തെളിയിക്കുന്നതിനായി മുളക്കുളത്ത് പള്ളി ഇടവക്കാരനായ പാറേക്കാട്ടിൽ കുരുവിള കത്തനാരെ പോലെയുള്ള പണ്ഡിതന്മാരെയും പഴമക്കാരെയും മാത്തു തരകൻ ദളവയുടെ മുമ്പിൽ ഹാജരാക്കി. ഇത് തലമുറകളായി തുറന്നു പോരുന്ന കീഴ്മര്യാദയാണ് എന്നവർ സാക്ഷ്യപ്പെടുത്തി. 5ാമത്തെ കാര്യം, നസ്രാണി അവകാശത്തിൻ്റെ വിജയം. തെളിവുകൾ ബോധ്യപ്പെട്ട ദളവ നസ്രാണികളുടെ ഈ അവകാശം മേലിൽ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു. സമുദായത്തിൻ്റെ ആചാരപരമായ സ്വയംഭരണാധികാരം ഉറപ്പിക്കപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു ഇത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.
മെത്രാനെ എവിടെ നിന്നാണ് ആഘോഷപൂർവ്വം ആലങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? വരാപ്പുഴയിൽ നിന്നും. മെത്രാൻ്റെ ആഘോഷമായ എഴുന്നള്ളത്തിനെതിരെ ആദ്യം ചോദ്യം ഉന്നയിച്ചത് ആര്? ആലങ്ങാട്ട് മുഖത്തെ സർവാധികാരിക്കാർ. ആഘോഷങ്ങൾ നടത്തുന്നതിന് ആരുടെ പ്രത്യേക അനുമതി വേണമെന്നാണ് അധികാരികൾ വാദിച്ചത്? രാജാവിൻ്റെ പ്രത്യേക അനുമതി. അധികാരികളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ മുന്നിട്ടിറങ്ങിയ സമുദായ നേതാവ് ആര്? മാത്തൂത്തരകൻ. മെത്രാനെ എതിരേൽക്കുന്നത് നസ്രാണികളുടെ ഏത് രീതിയിലുള്ള പ്രവൃത്തിയാണെന്നാണ് നേതാക്കൾ പറഞ്ഞത്? പൂർവാചാരമനുസരിച്ചുള്ള പ്രവൃത്തിയും പരമ്പരാഗതമായ അവകാശവും. മാത്തൂത്തരകൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഇതേക്കുറിച്ച് വീണ്ടും ചോദ്യം ചെയ്തത് ആര്? ദളവ. രാജ്യസമ്മതമില്ലാതെ ഘോഷയാത്ര നടത്തിയതിന് ദളവ നിർദ്ദേശിച്ച ശിക്ഷ എന്തായിരുന്നു? നിയമാനുസരണം പ്രായശ്ചിത്തം ചെയ്യണം. രാജാക്കന്മാരുടെ മുമ്പിലുള്ള നസ്രാണികളുടെ നിലപാട് എന്തായിരുന്നു? ഇത് കീഴ്മഴിയാതെയാണ് എന്നും ഇന്നുവരെ ഒരു രാജാവും ഇത് ചോദ്യം ചെയ്തിട്ടില്ലെന്നും. തെളിവിനായി ദളവയുടെ മുന്നിൽ ഹാജരാക്കിയ പണ്ഡിതനായ പഴമക്കാർ ആര്? മുളക്കുളത്തു പള്ളി ഇടവകക്കാരൻ പാറേക്കാട്ടിൽ കുരുവിള കത്തനാർ. കുരുവിള കത്തനാർ ദളവയ്ക്കു നൽകിയ മൊഴി എന്തായിരുന്നു? ഇത് തങ്ങളുടെ കാരണവന്മാരുടെ കാലം തൊട്ട് ഇന്നുവരെ പാലിച്ചു പോന്ന ആചാരമാണെന്ന്. തർക്കത്തിനൊടുവിൽ ദളവ പുറപ്പെടുവിച്ച ഉത്തരവ് എന്തായിരുന്നു? മേലിൽ നസ്രാണികളുടെ ഈ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നതല്ല.